ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് റെഡീം കോഡിനെ കുറിച്ചാണ്. കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇനി നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആയില്ലേ, പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇനി ഫ്രീ ഫയറിന് റെഡീം കോഡ് ലഭിക്കുക, പിന്നെ നമുക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്നെ കുറിച്ച് പ്ലേയേഴ്സ് ഒക്കെ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രീ ഫയർ ബാൻ ആയിട്ടില്ല, ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. മാർച്ച് ആകുമ്പോഴേക്ക് നമ്മുടെ ഫ്രീ ഫയർ പ്ലേ സ്റ്റോറിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൺഫേം ആയിരിക്കുകയാണ്, ഗെയിം ബാൻ ആയിട്ടില്ല, ജസ്റ്റ് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. അത് തിരിച്ച് ആ ഇഷ്യൂ പരിഹരിച്ചിട്ട് ഫ്രീ ഫയർ തിരിച്ചു വരുന്നതായിരിക്കും മാർച്ച് ആകുമ്പോഴേക്കും. സോ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. കാരണം ഇതേപോലെ ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷന്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. FFIC ചാമ്പ്യൻഷിപ്പ് അഥവാ ഫ്രീ ഫയർ ഇന്ത്യ ടൂർണമെന്റ് നമ്മുടെ ഗെയിമിൽ ഇപ്പോൾ റിമൂവ് ആയിരിക്കുകയാണ്. കാരണം ഫ്രീ ഫയർ ഈ ടെമ്പററി ആയിട്ടുള്ള ബ്ലോക്ക് ആയിട്ടുള്ള ഇഷ്യൂ കാരണമാണ് ഫ്രീ ഫയർ ഇവിടെ റിമൂവ് ചെയ്തിരിക്കുന്നത്. FFIC ടൂർണമെന്റ് FFIC ചാമ്പ്യൻഷിപ്പ് തിരിച്ചു വരുന്നുണ്ട്. അതായത് ഡേറ്റ് ഒക്കെ ഫ്രീ ഫയർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 14 മുതൽ ഫ്രീ ഫയർ ഇന്ത്യൻ സർവറിൽ ഒരുപാട് ഇഷ്യൂ വന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രീ ഫയർ ഇവിടെ FFIC ചാമ്പ്യൻഷിപ്പ് എടുത്തിട്ട് അതായത് ഡേറ്റ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 10 ആകുമ്പോഴേക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് FFIC ചാമ്പ്യൻഷിപ്പ് ഒക്കെ തിരിച്ചു റിട്ടേൺ വരുന്നുണ്ട്. ഇതിന്റെ ഫൈനൽ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് നമുക്ക് എല്ലാവർക്കും നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെ FFPL റെഡീം കോഡ് ലഭിച്ചില്ല, അതുപോലെ നമുക്ക് എല്ലാവർക്കും റെഡീം കോഡ് ലഭിക്കുന്നുണ്ട്. FFPL FFIC ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഫ്രീ ഫയർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും റിവാർഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് റിവാർഡ്സ് റെഡീം കോഡ് ലഭിക്കാൻ പോകുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും FFIC ചാമ്പ്യൻഷിപ്പ്. അവിടെ ലൈവ് വാച്ചിങ്ങിൽ 1 ലക്ഷം, പിന്നെ 3 ലക്ഷം, 5 ലക്ഷം ഒക്കെ മൈൽ സ്റ്റോൺ ഉണ്ടാവും. ആ മൈൽ സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് റിവാർഡ്സ് ആയിരിക്കും. 1 ലക്ഷം വ്യൂ ഒക്കെ കയറുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കസ്റ്റം റൂം കാർഡും, പിന്നെ നമുക്ക് എല്ലാവർക്കും ചെറിയ ഒരു ഗണ്ണിന് ക്രേഡ്സ് ഒക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു 3 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ നമ്മൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗണ്ണിന്റെ സ്കിന്നും അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പാരഷൂട്ടോ സർഫ് ബോർഡൊക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്. അവസാനം നമ്മളെല്ലാവരും 5 ലക്ഷത്തിന്റെ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗ്ലോ വാളിന്റെ സ്കിന്നോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇമോട്ടോ തുടങ്ങിയ റിവാർഡ്സ്, നല്ല മാസമായിട്ടുള്ള റിവാർഡ്സ് ഒക്കെ ലഭിക്കുകയാണ്. എന്തായാലും FFIC ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഇവർ ചേഞ്ച് ചെയ്തിട്ട് ഡേറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫയറിലേക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതായത് മാർച്ച് ഒക്കെ ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും ഫ്രീ ഫയർ ഒക്കെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും FFIC ചാമ്പ്യൻഷിപ്പിന്റെ ഡേറ്റും ഫ്രീ ഫയർ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മാർച്ചിൽ അതായത് ഏപ്രിലോട്ടൊക്കെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫ്രീ ഫയറിൽ നിന്ന് നല്ലൊരു സൂചനയാണ് ഗൈസ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവരും കാത്തിരിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നാൽ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ആലോചിച്ചിരിക്കണേ അങ്ങനെ അമർത്തിക്കാലേ.